കെ എസ് ഇ ബിനോട് നമുക്ക് പറയാനുള്ള എന്താ വെച്ചാല് ഇവിടെ ഇപ്പൊ ഒരു 4 എന്താ വാസിനോട് കാര്യമായിട്ട് പറയണേ? ഞാൻ പറയേണ്ടതേ, നമ്മളിപ്പോ ഇവിടെ ചാർജ് ചെയ്യൽ തുടങ്ങിയിട്ട് ഒരു അരമണിക്കൂറായി. ഇത് മലപ്പുറം കൊണ്ടുവരുമ്പോഴുള്ളൊരു ചാർജിങ് സ്റ്റേഷനാ. ഇത് കെ എസ് ഇ ബിന്റെ അണ്ടറിലുള്ളതാ. അപ്പൊ കെ എസ് ഇ ബിനോട് നമുക്ക് പറയാനുള്ള എന്താ വെച്ചാല് ഇവിടെ ഇപ്പൊ ഒരു 4 ചാർജിങ്ങിന്റെ മെഷീൻ ഉണ്ട്. അതിൽ ഒന്ന് മാത്രമാണ് ഇപ്പൊ ഈ CCS2 ഉള്ളത്. അതായത് ഇപ്പത്തെ ജനറേഷനുള്ള വണ്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഒന്ന് മാത്രം. ഈ ബാക്കി 3 ഫസ്റ്റ് ജനറേഷൻ, അതായത് ഫസ്റ്റ് EV ഇറങ്ങിയപ്പോ ഉള്ള അങ്ങനത്തെ പിന്നാണ് ഈ പിന്നെ. ഇതുകൊണ്ട് നമ്മളിപ്പത്തെ ഒരു വണ്ടികളും ചാർജ് ചെയ്യാൻ പറ്റില്ല. ഇത് ചെയ്യണ വണ്ടികൾ ഇപ്പൊ ഉണ്ടോന്നും അറിയില്ല. അപ്പൊ അപ്പൊ ഇതൊക്കെ ജനങ്ങളെ പൈസയാണ്. പിന്നെ അതുപോലെ നമ്മളിപ്പോ ഈ അരമണിക്കൂർ ഇവിടെ നിന്നപ്പോ തന്നെ ഒരു 3-4 വണ്ടിയോളം വന്നിട്ട് മടങ്ങിപ്പോയി. ഇവിടെ പാർക്കിംഗ് സൗകര്യവും ഇത് ചെയ്യാനുള്ള സൗകര്യം ഒക്കെ ഉണ്ട്. പക്ഷെ ഈ ഒരു ഗണ്ണ് മാത്രം, ഇതിപ്പോ നമ്മളെ വണ്ടിന് ഒരു മണിക്കൂറോളം വേണം നമുക്കൊരു അത്യാവശ്യം ഓട്ടത്തിന് ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ. അപ്പൊ ഇവിടെ ഈ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യണ്ടല്ലോ വെച്ചിട്ട് ആൾക്കാർ വന്നിട്ട് പോവാ. അപ്പൊ ഈ ഒരു 3 ഗണ്ണിന്റെയും ഈ ഇപ്പത്തെ CCS ഗണ്ണായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഈ മെഷീൻ മാറ്റി വെച്ച് കഴിഞ്ഞാല് ഇത് KCBക്ക് ഒരു വരുമാനമാവും. നമ്മളെ പോലത്തെ EV ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അത് ചാർജ് ചെയ്യാനുള്ള ഒരു സംവിധാനം കിട്ടും. അതാണ് ഇപ്പൊ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കേണ്ടത്. ഇതൊക്കെ ജനങ്ങളെ പൈസ അല്ല. അപ്പൊ ജനങ്ങൾക്ക് ഉപകാരപ്പെടേണ്ട രീതിയിൽ KCBക്ക് ഇത് മാറ്റാവുന്നതേ ഉള്ളൂ. അതിന് ഈ വീഡിയോ കണ്ടിട്ട് KCB ഇത് കാണുകയാണെങ്കിൽ അതിനുള്ള ഒരു നടപടി എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.